നമുക്ക് ഒരു പെസഹാപ്പാൽ ഇവിടെ തയ്യാറാക്കാം. അതിനായി നമുക്ക് വേണ്ട സാധനങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു മൺകലമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ചിരട്ടത്തവിയും. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ്. ഞാനിത് 2 തേങ്ങ ചിരവി പിഴിഞ്ഞ തനിപ്പാലാണിത്. പിന്നെ 2ാം പാല് ഞാൻ മിക്സിയിൽ ഒന്ന് തേങ്ങ അടിച്ചതിന് ശേഷം ഞാനിവിടെ അതും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ അരിപ്പൊടി കലക്കിയതാണ്. പിന്നെ കുറച്ച് ചുക്കുപൊടി, ഒരു 2 ഏലക്കയും കുറച്ച് ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വെല്ലം ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മൺകലത്തിലേക്ക് ആദ്യം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിപ്പൊടി ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ്സിലേക്ക്. അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കുറച്ച് കുറുകി വരുമ്പോൾ വേണം നമുക്കിനി തനിപ്പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തനിപ്പാലും കൂടെ ചേർക്കാം. ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പാല്. ഇതിലേക്ക് നമുക്ക് നന്നായി ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് ഇനി ഏലക്കാപ്പൊടിയും നമ്മുടെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കുറച്ചു നേരം കൂടെ നമുക്കിത് തുടരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പെസഹാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.